LG കായം ഇപ്പോൾ 20% മോർ കായം എന്നാൽ കൂടുതൽ രുചിയും കൂടുതൽ മൂല്യവും. വിളിച്ചു പോവട്ടെ വരാ. എന്താ കണ്ടാ ഇതെവിടുന്ന ക്യാരംസ് ബോർഡ്? ഞാനേ നമ്മുടെ അവിടുത്തെ ലൈബ്രറി ഇല്ലേ, എവിടെ പാലക്കാട് ഇങ്ങോട്ട് പറഞ്ഞു നോക്കിയുള്ള ആ ലൈബ്രറിയിൽ ഒന്ന് കയറി. അവിടെ ചെന്നപ്പോ അവിടുത്തെ അണ്ണന്മാരിരുന്ന് ക്യാരംസ് കളിക്കുന്നു. ഞാൻ നൈസില് അവരുടെ കൂടെ അങ്ങ് കയറി. എങ്ങനെ ചേച്ചേ പറ. ഞാൻ അവരുടെ കൂടെ അങ്ങ് കയറി. അപ്പോഴേ 2 റൗണ്ട് അങ്ങ് കളിച്ച് പുല്ല് പോലെ. എങ്ങനെ പുല്ല് പോലെയാണ് ജയിച്ചത്. സുറു പറഞ്ഞിട്ട് അവരെന്നെ ക്യാരം കിങ് എന്നാണ് വിളിച്ചത്. എങ്ങനെ ക്യാരം കിങ് ചിക്ക് എന്ന് പറഞ്ഞിട്ട് വീണ് അറിയോ. ഞാൻ എന്നിട്ട് പറഞ്ഞ് ഇരി നമുക്ക് അടുത്ത കളി അങ്ങോട്ട് കളിക്കാന്ന് പറഞ്ഞപ്പോ അവരങ്ങ് പേടിച്ചു പോയി. എടാ പേടിച്ചു പോയി. എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ് കേച്ചി ഒരു കാര്യം ചെയ്യ്, നീ ഈ ക്യാരം ബോർഡ് വീട്ടിലോട്ടാ കൊണ്ടുപോകോളാൻ പറഞ്ഞു. എന്ത് കാര്യത്തിന്? അല്ല അവര് വീട്ടിലേക്ക് തന്നോണ്ട് ആവശ്യം എന്താ? സംഭവം അവിടെ എന്തൊരു റിനോവേഷൻ എന്തോ നടക്കുകയാണ്. അപ്പൊ എന്നോട് പറയടാ നീ വീട്ടിൽ കൊണ്ട് നീ കുറച്ച് ദിവസം കളി, എന്നിട്ട് തിരിച്ച് സാധനം കൊണ്ട് തന്നാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ നോക്കിയപ്പോ നമുക്ക് 2-3 റൗണ്ട് കളിക്കാമല്ലോ, കുഴപ്പമൊന്നുമില്ലല്ലോ. അതെ കുഴപ്പമൊന്നുമില്ലല്ലോ. ഇവിടെ ഉള്ളവർക്ക് പിന്നെ വേറെ പണിയും ജോലിയൊന്നും ഇല്ലല്ലോ. അതില്ലല്ലോ. അത് മാത്രമല്ല എപ്പോൾ നോക്കിയാലും നമ്മൾ ഈ ഫോണിൽ ചൂണ്ടിക്കൊണ്ടാണല്ലോ ഇരിക്കണത്. ഇതാകുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയോ കുറച്ച് കണക്ഷൻസ് നമ്മൾ തമ്മിൽ കൂടും. അതുകൊണ്ട് അപ്പൊ എങ്ങനെ ഇരിക്കല്ലേ റൗണ്ട് പിന്നല്ല സെറ്റ് നോക്കിയോ കുഴപ്പമുള്ള ലച്ചുവിനെ ഞാൻ ഏറി കയറ്റണത്. തുടങ്ങിയല്ലേ? തുടങ്ങാം. കളി അബദ്ധം പറ്റി വീണത്. പോടാ 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 പോടാ. കണ്ടോണം ഒന്നേ ഓടാ ഇറങ്ങി ഇറങ്ങിപ്പോ. എന്റെ ക്യാരംസ് ബോർഡാ എടാ എവിടെന്നാടാ? ഇതാ അതൊക്കെ നമ്മൾ ഒപ്പിക്കൂലേ അമ്മായി. കൊള്ളാണ് നിങ്ങൾ രണ്ടുപേരും. കളിക്കാൻ നേരത്ത് വിളിച്ചില്ലല്ലോ. ഞങ്ങളും കളിക്കുന്നു. അയ്യോ ഒരു ഞങ്ങള് കളിയില്ല. ഇപ്പൊ ഈ ഗെയിം സ്റ്റാർട്ട് ആയില്ലേ, അടുത്ത ഗെയിമിലേക്ക് ഒരുക്കും. എന്തോന്നടേ ഒരെന്തോന്നടേ ഇല്ല. അടുത്ത കളിയിൽ കയറിയാ മതി. പിന്നെ പാറുവേ നീ ക്യാരംസ് കളിക്കണ്ട കേട്ടാ. ഇതും കളിച്ചോണ്ടിരുന്നു കഴിഞ്ഞാ നീ പിന്നെ പഠിക്കൂല. ഞാൻ കളിക്കും. ഞാൻ കളിക്കൂന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഞങ്ങളുടെ ഈ കളി ഒന്ന് കഴിയട്ടെ. ഇത് ഇവിടെ ഇരിക്കത്തേ ഉള്ളൂ. ഞാൻ ഇപ്പൊ എല്ലാം കൂടെ അടിച്ചിട്ട് വീട്ടിൽ പോകും കേട്ടാ. അമ്മായി സൂക്ഷിക്കണം, കള്ളക്കളിയാണ് ഫുള്ള്.
പിന്നെ നമ്മള് ഭയങ്കര കള്ളക്കളി തന്നെ. കുഴപ്പമില്ല, ഞാൻ തോപ്പിച്ച കൈ കൊടുക്കാം. ഓ, 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 ഓ. എടാ നിനക്കറിയോ ഓ ദുബായിലെ ആ. മലയാളി അസോസിയേഷനില് ക്യാരംസിന്റെ റാണിയായിരുന്നു ഞാൻ. ക്യാരംസിന്റെ റാണി. റാണി ബാ, ഞാൻ കാണിച്ചു തരാം. അമ്മായി എന്തോ എങ്ങനാ തുടങ്ങിയല്ലേ? തുടങ്ങുക. ഓക്കേ ഓക്കേ. പറന്നൊക്കെ പോണ്ട. പോവില്ലല്ല, എങ്ങനെ പോവും? കണ്ടോണം. നോക്കി അടുത്തത് ഇത് കണ്ടാ വൈറ്റ് വെച്ചിട്ട് ത്രൂ പോവും. കണ്ടാ അടുത്ത കളിക്കുള്ള ചാൻസ് നമ്മള് തരില്ല. നീ വെറും കള്ളക്കളി. കള്ളക്കളി എന്തോ വലിയ ദുബായ് റാണി എന്നൊക്കെ പറഞ്ഞു. ഇപ്പൊ എങ്ങനെ ആയിരുന്നു നീ കള്ളക്കളി കളിച്ചോണ്ട് പൂവ. എന്തിനാണ് വെറുതെ സംസാരിച്ചിരിക്കണേ? ബാ പോവാ. കള്ളക്കളി കളിക്ക എന്തോടാ കാണാനില്ലേ? പോടാ എടാ പോടാ. അതെന്തര് അമ്മായി ഒരു സെറ്റ് ചേട്ടാ. അവിടെ എന്തോ വലിയ ബഹളമൊക്കെ കേട്ടെ. അത് കേശു ഒരു ക്യാരം ബോർഡും കൊണ്ട് വന്നതാ. ഓ ഇനി അതിന്റെ ഒരു കുറവും കൂടെ ഉള്ളു ഇവിടെ. ലിച്ചു ക്യാരം ബോർഡാ എനിക്ക് ரொம்ப പിടിക്കും. മിണ്ടരുത് കേട്ടാ. പണ്ട് നാട്ടിലെ ക്ലബ്ബിൽ ഇതുപോലെ എണ്ണം ഉണ്ടായിരുന്നു. ഒറ്റ എണ്ണം പണിക്ക് പോകത്തില്ല, ഇതും കളിച്ചോണ്ടിരിക്കുവായിരുന്നു. ഓ അത് ക്യാരംസ് മാത്രം കളിച്ചാലല്ല, എന്ത് കാര്യത്തെ അഡിക്ഷൻ വന്നാലും ഇങ്ങനെയൊക്കെ തന്നെ. ചേച്ചി ഞാൻ കിച്ചുവിന്റെ വീട്ടിൽ പോകട്ടെ. ഒറ്റയ്ക്കാ? ഒറ്റയ്ക്കൊന്നും വേണ്ട, കേശു ചേട്ടനടുത്ത് ആക്കാൻ പറയാം. പക്ഷെ പോയിട്ട് പെട്ടെന്ന് വന്നോളണം. ആ എല്ലാരും എന്തിനാണ് ഇവിടെ വന്നിരിക്കണേ? വാ 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 കളിക്കാം. വാ ഒരു സെറ്റ് കൂടെ കളിക്കാം. അമ്മായി വാന്ന് അമ്മ വാ. കണ്ണാണ്ടി വാ. ഞാൻ പറയണ്ട. വാ വാ വാ. ഒരു ഒറ്റ സെറ്റ് ക്യാരം കളിച്ചിട്ട് വരാന്ന് ആരെങ്കിലും ഒന്ന് വാ കൂടെ വാ. എടാ എടാ നീ ആ കൊച്ചിനെ ആ കിച്ചുവിന്റെ വീട്ടിലൊന്നും ആക്കിയിട്ട് വാ. എനിക്ക് അതിനൊന്നും സമയമൊന്നുമില്ല, എനിക്ക് കളിക്കണം. വാ. ഇവനെന്തോ കിളി പോയാ ക്യാരംസ് കളിച്ച്. എടാ നീ ഒറ്റയ്ക്ക് കളിച്ചാ മതി. ആരുടെ മര്യാദ എന്റെ കൂടെ കളിക്കാൻ വരുന്നുണ്ടോ? നീ എന്തോടെ ആജ്ഞാപിക്കുന്നേ? ആ ഇത് 2 കളി ജയിച്ചെന്റെ അഹങ്കാരം. ഞാനൊന്നുമില്ല. ഞാനും ഇല്ല. ചേച്ചി ഞാൻ കിച്ചുവിന്റെ വീട്ടിൽ പോന്നേ. എടാ കൊണ്ടേ ആക്കടാ കൊച്ചിനെ. എനിക്ക് സമയമൊന്നുമില്ല, വേണ്ടേ നടന്നു നോക്കൂ. ഞാൻ പോവാ. ആരെങ്കിലും എന്നോട് കളിക്കാൻ വരുന്നുണ്ടോ? ഇല്ലേ? ഇല്ല ഇല്ല ഇല്ല. ഉറപ്പാണല്ലോ? ഉറപ്പ്. അയ്യയ്യയ്യ്. എന്നാല് 2 കളി തോറ്റപ്പോൾ തന്നെ പെൺപുലികൾ അങ്ങ് കീഴടങ്ങിയോ? എടാ പോടാ. ഞാൻ പോയേക്കാം. എന്തൊക്കെയായിരുന്നു ആദ്യം പറഞ്ഞത്? എന്താ എവിടുത്തെ ദുബായിലെ റാണി അല്ലേ? റാണി വേറൊന്നും എന്നെ ഇപ്പൊ പൊട്ടിക്കുന്നു പറഞ്ഞാണ് ഇരുന്നത്. എന്തായി അവസാനം? ഇത്രയൊക്കെ ഉള്ളു ചീളി കേസ്. ഞാൻ പോണം. അമ്മായി അവൻ ഇത്രയൊക്കെ പറഞ്ഞിട്ട് പോയ സ്ഥിതിക്ക് തിരിച്ചൊരു മറുപടി കൊടുക്കണ്ടേ? കൊടുക്കണം. ഇതോടെ അവന്റെ അഹങ്കാരം അങ്ങ് തീരണം. എന്നാ ബാ. ഒരുപാട് പണി ബാക്കി കിടക്കുന്നു. ആ പണി നിങ്ങളങ്ങ് ചെയ്തോ, ഞങ്ങൾ ഈ പണി തീർത്തിട്ട് വരാം. എന്താ ഇത്? തുടങ്ങിയാലേ ലച്ചുവേ. ഓ അവന്റെ മുഖത്ത് അഹങ്കാരം കണ്ട? പിന്നെ നല്ലോണം ഞാൻ കാണുന്നുണ്ട്. എനിക്ക് അഹങ്കരിക്കാം. വിജയികൾക്ക് അഹങ്കരിക്കാം. വിജയികൾക്ക് മാത്രമേ അഹങ്കരിക്കാനുള്ള അധികാരമുള്ളൂ. നല്ല മാറ്റം ഉണ്ടല്ലേ കേശുവിന്റെ സ്വഭാവത്തിന്.
ഓ അത് പേടിക്കാനൊന്നുമില്ല അമ്മായി. ഇവൻ 2 കളി ജയിച്ചല്ലോ, അതിന്റെ ആവേശവും അഹങ്കാരവുമാണ്. 2 കളി അങ്ങനെ ഇങ്ങനെ എങ്ങനെയോ ജയിച്ചതല്ല, കിണ്ണമായിട്ട് അങ്ങനെ പുഷ്പം പോലെയാണ് ജയിച്ചത്. ഈ കളിയും ജയിച്ച് നല്ല 8 നിലയെ പുട്ടു. മോനെ കേശു, ഓ കഴിഞ്ഞ കളിയിലേ നീ എന്റെ അനിയനായത് കൊണ്ടാണ് ഞാൻ മനഃപൂർവ്വം തോറ്റു തന്നത്. പക്ഷെ ഈ പ്രാവശ്യം ഞാൻ അങ്ങനെ ചിന്തിക്കുന്നു. നമുക്ക് കാണാം. കാണിച്ചു തരാം. അമ്മ, ലച്ചുന്റെ കേശന്റെ കളിയിലേ ലച്ചു ജയിക്കാൻ പോണ്. അതിനൊന്ന് അമ്മ സുവർണ നിമിഷത്തിന് സാക്ഷിയാവണ്ടേ? എന്റെ കൊച്ച ഇവിടെ 100 കൂട്ടം പണി കിടപ്പുണ്ട്. നിനക്കൊന്നും വേറെ ഒരു പണിയില്ലേ? വല്ലതും കഴിക്കാൻ വരുമ്പോഴേ വല്ലതും വേണ്ടേ? അതൊക്കെ അവിടെ വയ്യമ്മ, പിന്നെ കഴിക്കാം, പിന്നെ ഉണ്ടാക്കാം ഫുഡ്. വാ കനകേശത്തോട് വൈ കനകേച്ചി, വാ 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 വാമ 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 വാ. ഇവിടെ എന്തായി കളി എന്തായി? എങ്ങനെ ഇരിക്കണോ? അഹങ്കാരം അങ്ങ് പോയി കിട്ടി കേട്ടോ. എന്തേ കോശു എന്തേ ഒന്നും പറയാനില്ലേ? ഞാൻ പറഞ്ഞല്ലോ നിന്റെ അടുത്ത്. ഈ വീട്ടിലുണ്ടല്ലോ ക്യാരംസിൽ ലച്ചുവിനെ തോപ്പിക്കാൻ ഒറ്റ മനുഷ്യരില്ല. വാടാനിയ ഒരു ഗെയിമും കൂടെ കളിക്കാം. കഴിവ് തെളിയിക്ക് നീ. നൈസായിട്ട് പോലടാ. എന്താടാ അപ്പൊ പിന്നെ ഭയങ്കര കോളാ. പേടിച്ചു പോയോടാ അമ്മായി. കേട്ടോ, ക്ലിയർ ചെയ്യാനുണ്ടൊരു കാര്യം. എന്താ? ഈ വീട്ടില് ക്യാരംസ് കളിയിൽ ആരുമില്ലെന്നാ തോപ്പിക്കാൻ. ആണ് ആണ്. കാണാം 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 കാണാം. ഉറപ്പാണോ? ഉറപ്പാടാ. നേരത്ത് നീ പറയാ എന്താ? എടാ ഞാൻ എത്ര നേരം കൊണ്ട് വിളിക്കണ? നിന്റെ ഫോൺ സൈലന്റ് ആയിരുന്ന? ഫോൺ സൈലന്റൊക്കെ ആയിരുന്നു. ഞാൻ ക്യാരംസ് കളിച്ചോണ്ടിരിക്കും. എന്താ ക്യാരംസാ? ഓ വെറുതെ അല്ല. എടാ ആ വായനശാലയിൽ നിന്ന് കൊണ്ടുവന്ന ക്യാരം ബോർഡാണ് കളിക്കുന്നത്. ഓ അത് തന്നെ. എടാ അവരത് നിന്റെ തലയിൽ വെച്ച് കെട്ടിത്തന്നാടാ. എന്റെ തലയിൽ വെച്ച് കെട്ടിത്തന്നേ? നീ എന്തിനു പറയണേ? എടാ ഈ ക്യാരം ബോർഡിന്റെ ഒരു പ്രശ്നം എന്താണെന്നറിയാമോ? ആ കളി കളിച്ച് ജയിച്ചു കഴിഞ്ഞ പിന്നെ തോക്കുന്നത് വരെ അത് കളിച്ചോണ്ടിരിക്കാൻ തോന്നും. അത് സ്വാഭാവികമുള്ള എല്ലാ കളിയും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. നീ ഇപ്പൊ എന്തിനു പറയണേ? നീ ഇപ്പൊ ആരുടെ തോറ്റത്? ഞാന് ഇപ്പം ലച്ചുടെ കൂടെ ആണോ? അപ്പൊ നീ നോക്കിക്കോ, ഇനി ലച്ചു ചേച്ചിക്ക് ആ ജയത്തിന്റെ ഹരമായിരിക്കും മനസ്സ് മൊത്തം. തോക്കുന്നിടം വരെ കളിച്ചോണ്ടിരിക്കാൻ ഭയങ്കര ആവേശമായിരിക്കും. വേറെ ഒരു പണിയും എടുക്കത്തില്ല, ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കാനും തോന്നത്തില്ല. ആ കളി അങ്ങനെയാ. വേണമെങ്കിൽ നീ പോയി നോക്കിക്കോ. എടാ വായനശാലക്കാരെ ആ ക്യാരം ബോർഡ് നിന്റെ തലയിൽ വെച്ച് കെട്ടി തന്ന് വിട്ടതാണ്. അതെന്താ കാര്യം എന്നറിയാവോ? അവിടെയുള്ള ചെറുപ്പക്കാരി കംപ്ലീറ്റ് ഈ ക്യാരം ബോർഡ് കളിച്ച് സമയം കളഞ്ഞോണ്ടിരിക്കും. ഒറ്റെണ്ണ പണിക്ക് പോകുന്നില്ല, വേറൊരു ഗെയിമും കളിക്കുന്നുമില്ല. അത് ഒഴിവാക്കാൻ വേണ്ടി തന്നുവിട്ടാ ജൂനിയർ മാൻഡ്രേക്കിനെ തന്നുവിടുന്ന പോലെ. ഞാൻ വിളിക്കാവേ. ജൂനിയർ മാൻഡ്രേക്ക വലിയ ഷോ ഒന്നും കാണിക്കാതെ മതി. അയ്യടാ
കളി 8 തല പൊട്ടിയപ്പോ ലച്ച് കാണിക്കുന്നത് ഷോ ഷോ തന്നെ. എന്നൊരു കാര്യം ചെയ്യുമ്പോ അടുത്ത കളിക്കിരിക്കും. ഞാനില്ല എന്നോട് കളിക്ക്. ഇല്ല അമ്മായി കളിക്കണ്ട അമ്മായി വന്നേ. എനിക്ക് കളിക്കണം. ചേച്ചി നമ്മൾ കുറെ നേരം ഇത് ക്യാരംസ് കളിച്ചില്ല. ഒരു കാര്യം ചെയ്യാം, നമുക്ക് കുറച്ചു നേരം പുറത്തൊക്കെ പോയിട്ട് വരാം. പുറത്തൊന്നും പോകാൻ പറ്റില്ല. എടാ ഞാനിപ്പോ 2-3 കളി അടുപ്പിച്ച് ജയിച്ചില്ലേ, ഇനിയും ജയിച്ച് എനിക്ക് ഗിന്നസ് റെക്കോർഡ് കയറണം. ഗിന്നസ് ബുക്കിലോ? ആ കണ്ടിന്യൂസ് ഗെയിം കളിച്ച് ജയിച്ച് ഗിന്നസ് ബുക്കിൽ കയറാൻ പറ്റും. അമ്മായി ലാസ്റ്റ് ഒരു ഗെയിം അമ്മായി പ്ലീസ്. അമ്മായി ഞാനൊന്നുമില്ല. അമ്മായി എന്തോ അമ്മായി. ഞാനില്ല എന്നോട് കളിക്ക്. എടാ കേശു ഒന്നിരിയടാ. ഇല്ല എനിക്ക് വേറെ പരിപാടി. എടാ ലാസ്റ്റ് ഒറ്റ കളി മതി, പിന്നെ ഞാൻ ചോദിക്കുന്നില്ല. ഇല്ല ഞാൻ ഇല്ല. എടാ എന്താടാ പ്ലീസ് ആരെങ്കിലും ഒന്ന് ഇരിക്ക്. അമ്മൂമ്മക്ക് ക്യാരംസ് കളിച്ച് എന്നെ തോപ്പിക്കാൻ പറ്റൂ? ഞാൻ എപ്പോഴും നിന്നെ തോപ്പിച്ചോണ്ടിരിക്കുമല്ലോ. അങ്ങനെയാണെങ്കിൽ ഇരി. ഇല്ല അമ്മൂമ്മ ഇരുന്ന ശരിയാവില്ല. അമ്മൂമ്മ ഇരിക്കണ്ട. എന്താ അമ്മൂമ്മ ഇരുന്നാ ശരിയാവത്തോ? നീയോ ഗെയിം കളിക്കാൻ വരുന്നില്ല. അമ്മൂമ്മ ഇരി. അതിന് അമ്മയ്ക്ക് കളിയൊക്കെ അറിയാമോ? ആഹാ എനിക്ക് കളി അറിയത്തില്ല. നിങ്ങളോട് ആരാ പറഞ്ഞേ? യുദ്ധമെങ്കിൽ യുദ്ധം. ചേച്ചി വേണ്ട ചേച്ചി. അത് പോടെ ഇറങ്ങിയ കളിക്കട്ടെ, 3 കളിയല്ലേ. അമ്മൂമ്മ തീരുമാനിച്ചുറപ്പിച്ചുള്ള ഇരിപ്പാണോ? തീരുമാനമാണ് ചേച്ചി. പോടാ ഇറങ്ങി. നീയോ കളിക്കാൻ പറ്റുന്നില്ല പിന്നെയാണ്. അത് തന്നെ അമ്മായി. അമ്മായി ഒന്ന് വന്നേ. വാങ്ങ് തുടങ്ങുമല്ലേ? തുടങ്ങാം. എടാ നീ പറഞ്ഞതുള്ളത് തന്നെ. എടാ നിനക്ക് തലയ്ക്ക് സുഖമില്ല ചെറുക്കാ. എനിക്ക് തലയ്ക്ക് സുഖത്തിൻ്റെ അല്ലെന്ന്. അത് അങ്ങനെയാണ് ആ ബോർഡ്. ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ ആ ക്യാരം ബോർഡ് കളിച്ച് ജയിച്ച് വന്നപ്പോ എന്റെ അവസ്ഥ എന്തുവായിരുന്നു? പിന്നെയും കളിക്കണം. അത് തന്നെ ആ ത്വര, അതാണ് പ്രശ്നം. അത് തോറ്റു കഴിഞ്ഞപ്പോ എന്റെ തലേന്നൊരു സാധനം ഇങ്ങനെ ഇറങ്ങി അങ്ങോട്ട് പോയി. എന്റെ പൊന്നോ, ഇതേ സംഭവം തരുന്നറിയൂ, അവിടുത്തെ ആ ക്യാരം ബോർഡ് കളിച്ചോണ്ടിരുന്നവന്മാര്, ആ ലൈബ്രറിയിലെ പിള്ളേര്, അവന്മാർ എന്റെ തലക്കടിച്ച് വെച്ചാണത്. ഓ രക്ഷപ്പെട്ടല്ലേ ഞാൻ തോറ്റത്. ഇല്ലെങ്കിൽ എന്റെ അവസ്ഥ അങ്ങനെ ആയി പോവില്ലായിരുന്നോ? പുകഞ്ഞു പോവില്ലേ? ഇതിപ്പോ എന്തൊരു ചെയ്യുമെന്നാണ് ഞാൻ. ഇതിന് എന്ത് ചെയ്യാൻ പോയി നമ്മള്? എന്തോന്ന് ചെയ്യും? അതിനെ ഞാനും ആലോചിക്കണം. എന്തോന്ന് ചെയ്യും നമ്മള്? ഞാൻ ഒന്നും അറിഞ്ഞുകൊണ്ട് ചെയ്തില്ലല്ലോ. അതുകൊണ്ട് ഇപ്പൊ എന്റെ അവസ്ഥ എന്തൊരു സമയത്താണോ അതൊക്കെ എടുത്തോണ്ട് വരാൻ തോന്നിയത് എനിക്ക്. ആ സാധനം എവിടെയെങ്കിലും കൊണ്ടുവന്ന് കളയണം. എങ്ങനെ കൊണ്ടുപോയി കളയാനാണ്? എടാ ഒരാൾ ജയിച്ചു കഴിഞ്ഞാൽ അവർക്ക് പിന്നെയും കളിക്കണമെന്നുള്ള ത്വര തന്നെ. അവർ സമ്മതിക്കും അതുകൊണ്ട് കളയാൻ. എന്ത് കാര്യം ഞാൻ പറഞ്ഞില്ലേ, ലൈബ്രറിന്ന് മര്യാദയ്ക്ക് ഫോട്ടോ എടുത്ത് കൂടെ കളഞ്ഞോളാം. ഇപ്പൊ എന്ത് പറ്റി? എന്റെ അമ്മായി ഒരു ഗെയിം ജയിച്ചോണ്ടല്ലോ പിന്നെ കളിക്കാൻ ഭയങ്കര ത്വരയാണ്, ഒരുമാതിരി ബാധ കയറിയ പോലെ. ആ മെനക്കെട്ട ബോർഡ് എവിടെയെങ്കിലും കൊണ്ടേക്കളാം. എന്റെ പൊന്നി വെച്ച് ആ ലൈബ്രറിയിലുള്ളവന്മാർ എന്നെ തേച്ചാണ് ആ ബോർഡ് എനിക്ക് തന്നിട്ട്. ഇപ്പൊ നീ എന്തിനാ എണീറ്റ് വന്നത്? കളി തോറ്റതുകൊണ്ട്. അല്ല, ആര് ജയിച്ചപ്പം? അമ്മൂമ്മ. എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞില്ലേ ക്യാരം ബോർഡ് ഞാൻ പുലിയാന്ന്. അപ്പൊ നീ വിശ്വസിച്ചില്ല. തോറ്റ മുഖം കാണാൻ എന്തൊരു ഭംഗി. കളിക്കാം, ഒരു തവണ ഇവിടെ കളിക്കാം. நான் இல்லம்மா, கிச்சன்ல நிறைய வேலை இருக்கு. ആ ജോലിയൊക്കെ അവിടെ കിടക്കട്ടെ. ഒരു ഗെയിം കൂടെ കഴിഞ്ഞിട്ട് നീ പൊക്കോ. ஐயோ இதேதான் நீங்க ரொம்ப நேரமா என்கிட்ட சொல்லிட்டே இருக்கீங்க. അതൊന്നും സാരമില്ല, നീ ഇരിക്ക്. அம்மா போட்டும் அம்மா, നീ ഇരിക്കണം. ப்ளீஸ் அம்மா. ഒരു പ്ലീസും ഇല്ല. നിന്നെ എനിക്കിന്ന് തോപ്പിക്കണം. ஐயோ கடவுளே கடவுளே. அம்மா போதும் அம்மா. അതൊന്നും പറ്റത്തില്ല. കളിച്ചേ എടുത്തേ. എടാ ഞാൻ ഒരു ഐഡിയ പറയട്ടാ. നമുക്ക് ആ ബോർഡ് കത്തിച്ചറിഞ്ഞാലോ? അതെ അതങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. ചിലപ്പം നമ്മൾ അങ്ങനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ആ ജയിച്ചുകൊണ്ടിരിക്കുന്ന ആളുണ്ടല്ലോ ഒരു വയലന്റ് ആവാൻ സാധ്യത ഉണ്ടെന്നാണ് അവന്മാർ പറഞ്ഞത്. ആണോ? ഓ അപ്പൊ ബോർഡിന്റെ കൂടെ എപ്പോഴും രണ്ടുപേരും നടക്കണോ?
എല്ലാ പള്ളിയും കയറി ഇങ്ങോട്ടാണല്ലോ വരുന്നത്. അതെ, നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കാതെ ഈ ലൂപ്പിൽ നിന്ന് അമ്മൂമ്മ എങ്ങനെ രക്ഷപ്പെടുത്താൻ പറ്റിയ 4 പേര്. ഈ ബോർഡിനെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ ഐഡിയ ഉണ്ട്. അപ്പുറത്ത് ശക്തനായ ഒരു എതിരാളി ഉണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ ആളിനെ വിശ്വസിപ്പിക്കണം. അങ്ങനെയാണെങ്കിൽ ഈ ബോർഡും കൊണ്ട് ഇവിടുന്ന് പോകും. മറ്റേ വായനശാലക്കാർ എൻ്റെ മണ്ടയ്ക്ക് ഇത് അടിച്ചു വിട്ട പോലെ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞെന്തരെന്നറിയൂ, എടാ നിന്നെ തോപ്പിക്കാൻ ഇവിടെ ആർക്കും പറ്റൂല, ചിലപ്പോൾ നിന്റെ വീട്ടിൽ ബോർഡ് കൊണ്ടുപോയി നോക്കും, അവിടെ ആർക്കെങ്കിലും പറ്റുമായിരിക്കും എന്ന് പറഞ്ഞാണ് എൻ്റെ തലയ്ക്ക് വെച്ചെന്ന്. തുടങ്ങാം. അമ്മൂമ്മ വേണ്ട വേണ്ട വേണ്ട, ഇത്ര നേരം കളിച്ചില്ലേ, പോരെ ഇനി. അതെ, ഇനി മതി അമ്മൂമ്മ കളിച്ചത്. അത് പറ്റില്ല. മതിയമ്മ, അത് പറ്റത്തില്ല, എനിക്ക് കളിച്ചേ പറ്റത്തുള്ളൂ. അല്ല അമ്മൂമ്മ, ഉച്ചക്കത്തിന് ചോറ് അത് നിങ്ങൾ ആരെങ്കിലും ഉണ്ടാക്കിയാ മതി. ലച്ചുമോളെ, മോള് പോയി ഉണ്ടാക്ക്. അതൊന്നും ഉണ്ടാക്കല്ലോ. ഗൗരി മോളെ, എനിക്ക് വയ്യമ്മ. നിങ്ങൾ 3 പേരും കൂടെ ഉണ്ടാക്ക്. എന്താ നമ്മൾ 3 പേരും കൂടെ പൊക്കോളാം, പക്ഷെ അമ്മയും വരണം. എനിക്ക് പറ്റത്തില്ല, എനിക്ക് കളി കഴിയാതെ വരാൻ പറ്റത്തില്ല. அப்படின்னா நான் போய் செய்யறேன், அதான் நல்லது. വേണ്ട, കനക വിട്ടിരിക്കുക, അവര് പോയി ചെയ്തോളും. வேண்டாமா, நானே செய்யறேன். കനക ഇവിടെ നിൽക്ക്. വേണ്ട വേണ്ട. അയ്യോ പോയി. പോയി. ഓക്കെ. ലച്ചുമോളെ ഇരിക്കും, നമുക്ക് കളിക്കാം. ഞാനേ ആവശ്യത്തിൽ കൂടുതൽ കളിച്ച് ജയിച്ച് എഴുതി, എനിക്കത് മതി. ഒന്നിരിക്കടാ. ഞാനില്ല. കേശുമോനെ, ഞാൻ എന്റെ ഇവിടെ കൈ വയ്യ. എന്റെ മരുമോളെ ഗൗരി. എന്തോ മക്കളെ ഇന്നിരിക്കടാ. എനിക്ക് ശാർക്കര പോണമ്മ. അപ്പൊ ആരാ എന്റെ കൂടെ ഇരിക്കുന്നേ? ആരെങ്കിലും ഒരാളൊന്ന് ഇരിക്ക്. ആരാ ഇരിക്കുന്നേ? അമ്മൂമ്മയുടെ കൂടെ ഇരിക്കാൻ ഒരാളുണ്ട്. ഒരാളുണ്ട്. ഹലോ ബാസിങ്ങളെ. അങ്കിളെ, പിന്നെ അങ്കിൾ എന്ത് ചെയ്യണ്? ആണാ അങ്കിളേ, ഞങ്ങൾ എങ്ങനെ ഇവിടെ ഈ ക്യാരംസ് കളിച്ചോണ്ടിരിക്കുകയായിരുന്നേ. ഓ അങ്കിള് ക്യാരംസ് കളിക്കൂ. അത് മതി. അങ്കിള് ക്യാരംസിന് പുലിയാണെന്നാ. ലച്ചേച്ചേ, അമ്മായി, അമ്മൂമ്മ, അങ്കിള് ക്യാരംസിൽ പുലിയാണ് പോലും. പുലി. അപ്പൊ വരട്ടെ, എളുപ്പം വരാൻ പറ. വരണ്ട, ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ശരിയാവൂല, നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോവാം. ബാസ്യങ്ങളെ, ഞങ്ങള് അങ്ങോട്ട് വരാം. ബാസ്യങ്ങളുടെ മടയെ വന്ന് ബാസ്യങ്ങളെ തോപ്പിക്കുമെന്നാണ് അമ്മൂമ്മ പറയണത്, അല്ലേ അമ്മൂമ്മ? അവനെ ഞാൻ ഇന്ന് തോപ്പിക്കും. അവന്റെ മടയിൽ ചെന്ന് ഞാൻ അവനെ തോപ്പിക്കണം. അങ്ങോട്ട് വരാം. ശരി. എങ്ങനെയെങ്കിലും വാസ്യങ്ങളെ കൊണ്ട് കളി ചെയ്യിപ്പിച്ചിട്ട് ഈ ബോർഡ് അങ്ങളെ തല കിട്ടി വെക്കണം. അങ്ങോട്ട് കൊണ്ടുവന്നിരിക്കും നമ്മുടെ ആരോഗ്യത്തിന് നല്ലത്. അവിടെ കൊണ്ടുപോയിട്ട് അമ്മൂമ്മ ഒരു കുറച്ചു നേരം അവിടെ ഇരുന്നാലും പ്രശ്നമില്ല, തലേന്നങ്ങ് ഊരുമല്ലോ. അതെ, കുശൂശത്തോണ്ട് നിൽക്കാതെ ബാ പോവാം നമുക്ക്. പോവാം. ഇതെന്തോ ഇതൊന്നും അനങ്ങി നടക്ക്. കേശേ, നടയടാപ്പ. LG കായം ഇപ്പോൾ 20% മോർ കായം എന്നാൽ കൂടുതൽ രുചിയും കൂടുതൽ മൂല്യവും.